മുങ്കർ നക്കീർ എന്നീ മലക്കുകൾ ഖബറിൽ വന്ന് മനുഷ്യനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ മുമ്പ് ഓരോ മനുഷ്യന്റെയും ഖബറിന്റെ അകത്തേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന മറ്റൊരു മലക്കുണ്ട്. ഏതാണ് ആ മലക്ക്? ആ മലക്കിന്റെ പേരെന്താണ്? ആ മലക്ക് നമ്മോട് എന്തൊക്കെയാണ് പറയുന്നത്? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു. അല്ലാഹുവിന്റെ നബിയെ, ഒരു മയ്യിത്ത് ഖബറിൽ വെച്ചുകൊണ്ട് ആദ്യമായി നേരിടേണ്ടി വരുന്ന രംഗം ഏതാണ്? ആദ്യമായി നേരിടേണ്ടുന്ന വിഷയം ഏതാണ് നബിയെ എന്ന് ഇബ്നു മസ്ഊദ് തങ്ങൾ മുത്തുനബിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഇബ്നു മസ്ഊദ് തങ്ങളോട് പറയാണ്, യാ ഇബ്നു മസ്ഊദ്, മാ സഅലനി അൻഹു ഇല്ലാ അൻത. ഈ വിഷയത്തെ കുറിച്ചുകൊണ്ട് ആദ്യമായി എന്നോട് ചോദിച്ചത് നീയാണല്ലോ ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞ ഹബീബായ തങ്ങൾ ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഅവ്വലു മാ യഅതീഹി മലക്കുൻ ഇസ്മുഹു റൂമാൻ. ഏതൊരു മയ്യിത്തിന്റെയും അടുക്കിലേക്ക് ഖബറിലേക്ക് ആദ്യമായി കടന്നു വരുന്ന മലക്ക് മുങ്കർ നക്കീറല്ല. ആ മുങ്കർ നക്കീർ നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കാനാ വരുന്നത്. എന്നാൽ അവർ ചോദിക്കുന്നതിന്റെ മുമ്പ് വരുന്ന മലക്കാണ് റൂമാൻ എന്ന് പേരുള്ള മലക്ക്. ഇത് റൂമാൻ എന്ന് പേരുള്ള മലക്കാണ് കടന്നു വരുന്നത്. എന്തിനാണ് ഈ മലക്കുകൾ വരുന്നത് സഹോദരങ്ങളെ? ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ മലക്ക് ഖബറിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ അബ്ദുല്ലാഹ്, ഓ അല്ലാഹുവിന്റെ അടിമേ, ഉക്തുബ് അമലക, നിന്റെ പ്രവർത്തനങ്ങളെല്ലാം നീ എഴുതണമെന്ന് ആവശ്യപ്പെടുകയാണ്. മുങ്കർ നക്കീർ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ച് ആൻസർ പറയിപ്പിക്കുകയാണെങ്കിൽ റൂമാൻ എന്ന പേരുള്ള ഈ മലക്ക് വന്നിട്ട് പറയുന്നത് നമ്മോട് എഴുതാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. നീ ചെയ്ത പ്രവർത്തനങ്ങൾ നന്മയും തിന്മയും എല്ലാം നീ എഴുതണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നു, മാ മഈ ദവാഉൻ വദവാത്തുൻ വലാ ഖിർതാസ്. എഴുതാൻ എൻ്റെ അടുക്കൽ മഷിയില്ല, എഴുതാൻ എൻ്റെ അടുക്കൽ പേപ്പറില്ല എന്ന് ഈ മയ്യിത്ത് പറയുമ്പോ ഈ മലക്കുകളതാ പറയുകയാണ്, ഹൈഹാത്ത കഫനുക ഖിർതാസുക. നിനക്ക് എഴുതാനുള്ള പേപ്പർ വേണമെങ്കിൽ നിന്റെ കഫംപുട മുറിച്ചെടുക്കുക. വമിദാദു കരീഖുക, എഴുതാനുള്ള മഷിയോ അത് നിന്റെ തുപ്പ് നീറിനി മഷിയാക്കണം. വഖലമുക ഇസ്ബഉക, എഴുതാൻ നിനക്ക് പേനയില്ലെങ്കിൽ അടാ നിന്റെ കൈവിരൽ പേനയാക്കണമെന്ന് പറഞ്ഞ് ഫയഖതലഹു ഖിതഅതൻ മിൻ കഫനിഹി, ആ മയ്യിത്തിന്റെ കഫംപുടവയിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് അവന്റെ കയ്യിലങ്ങ് കൊടുത്തിട്ട് എഴുതാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ആ മനുഷ്യൻ എല്ലാം അങ്ങ് എഴുതുകയാണ്. ഹബീബായ തങ്ങൾ പറയാണ്, വൈൻകാന ഗൈറ കാതിബിൻ ഫിദ്ദുനിയാ, ദുനിയാവിൽ എഴുത്തറിയാത്ത വ്യക്തിയാണെങ്കിലും അവന്റെ നന്മയും തിന്മയും മുഴുവനും അവിടെ അവൻ വെച്ച് എഴുതുമെന്ന് ഹബീബ്